ഹായ് ഗായ്, ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങള് ഒന്നിനും നേരത്തെ എണീക്കാത്ത ആളുകള്. അയ്യോ, ഒന്ന് രണ്ട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുന്നേ. അയ്യോ അയ്യോ ഒന്നല്ല, സ്ലിപ്പായതാ. 1 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാണ്ടെന്നൊക്കെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അവിടെ പുഴയൊക്കെ ഉണ്ട്. അയ്യോ, കുട്ടു ഇതാ ഇവിടെ വിശ്രമിക്കുന്നു ഗൈസ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഗൂഗിൾ പേ ഇല്ല. ഇതാണ്, പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാൻ കിട്ടണം. ഇതിന് മേലെ പൈസ എടുക്കാണ്ട് എവിടേക്കും പോരുത്. പെമ്പിള്ളേർ ഇങ്ങനെ എടുക്കാണ്ട് കണ്ടിട്ടില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെ കൊണ്ടുപോകുന്നത് വരെയൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയവരാണ് ഉത്തരവാദികൾ. ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് കുരിശുമലയ്ക്കാണ്. അപ്പൊ കുറെ നടക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെയൊക്കെ കാണിച്ചു തരാം. ദാര്യമോളുണ്ട്. ഞങ്ങള് ഒന്നിനും നേരത്തെ എണീക്കാത്ത ആളുകള് ഇന്ന് കറക്റ്റ് 5:30 എണീക്കുക. എന്നിട്ട് റെഡിയായി നമ്മൾ 6 മണിക്ക് 6:10 ഇറങ്ങിയില്ലേ. എനിക്ക് കുറച്ച് അയ്യോ ജസ്റ്റ് ഒരാൾ സ്ലിപ്പായതാ. ആ 2 ആളുകൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ്. ഒന്ന് കൈ കാണിച്ചോ. കുട്ടുമോൻ, ഹരിമോൻ. പാറ ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. നമ്മളിതാ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടെ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നു. ഇനി അങ്ങോട്ട് സ്റ്റെപ്പാണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഭാഗ്യം. എനിക്ക് പാറയിൽ കൂടെ കയറാൻ പേടിയാ. 1-2 ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുന്നേ, പക്ഷെ എനിക്ക് ഇത്ര കയറുമ്പോഴേ വയ്യ. അയ്യോ അയ്യോ ഒന്നല്ല, സ്ലിപ്പായതാ. കുറച്ച് കയറിയപ്പോഴേക്ക് എനിക്ക് വയ്യ. എന്താ ചെയ്യാ, നടക്കാറ് ഇങ്ങനെ കുത്തനെ കയറ്റൊന്നും കയറാണ്ട് എനിക്ക് വയ്യ ഗൈസ്. അമ്മേ അമ്മേ, ഇനി 1 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാണ്ടെന്നൊക്കെ പറയണേ. അവിടെ എത്തുമ്പോഴേക്കും വെള്ളം കിട്ടാണ്ട് ചാവുകയാണാവോ. ഇതിന്റെ ചുറ്റും റബ്ബറാണ് ഗൈസ്. ഞാൻ കുറച്ച് മെല്ലെ മെല്ലെ നിന്നിട്ടാ പോലെ എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല. പറയുമ്പോ ആദ്യമൊക്കെ ഞാൻ കുറച്ചെങ്കിലും കയറ്റമൊന്നും കയറുമ്പോ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കയറ്റാൻ കയറാൻ പറ്റുന്നില്ല ഗൈസ്. പണ്ട് ഞാൻ ഇങ്ങനെ ശ്വാസം ശരി, ഞാൻ മുകളിലെത്തിയിട്ട് ബാക്കി പറയാം. കാരണം എനിക്ക് ശ്വാസവും സംസാരവും നടത്തവും ഒപ്പം നടക്കണില്ല. ഏകദേശം ഞങ്ങൾ എത്താറായി തോന്നുന്നു ഗൈസ്. ഒരു പാറയൊക്കെ കാണുന്നുണ്ട്. ഇതായാൽ മതിയായിരുന്നു ഇതിന്റെ അവസാനം. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അമ്മേ, ബാക്കിൽ അവിടേക്ക് ഇട്ട് വഴി. ഞങ്ങളിങ്ങോട്ട് വരുമ്പോ കൊറേ പേര് ഇറങ്ങിപ്പോണ് കണ്ടു. എനിക്കിങ്ങനെ കൊറേ നാളായിട്ട് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ആകെ ഒരു മൂകതയായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ അടുത്തെങ്കിലും എന്നെ കടയിൽ കൊണ്ടുപോകുമോ ചോദിച്ചപ്പോ ഇവർ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അയ്യോ, പക്ഷെ എനിക്കിപ്പോ കേറാൻ വയ്യ. നമ്മൾ അതിരപ്പള്ളിക്കാണ് പ്ലാന് ഫിക്സ് ചെയ്തായിരുന്നേ. അപ്പൊ കുട്ടു പറഞ്ഞു രാവിലെ എണീറ്റ് കുരിശുമലയിൽ പോയാൽ ചിലപ്പോൾ കോടയൊക്കെ കിട്ടും, നല്ല രസമായിരിക്കും. ഞാനും വിചാരിച്ചു, ഞാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ സ്ഥലം കാണാൻ. അങ്ങനെ കഴിച്ച് നമ്മൾ കുറച്ച് മുകളിലെത്തിയതാ. അവിടെ പുഴയൊക്കെ ഉണ്ട്. അയ്യാൻ്റെ ഈ പക്ഷേ അയ്യോ
കുരിശുമലയിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ നേരമായപ്പോഴേക്കും നല്ലോണം കോടയൊക്കെ വന്ന് നിറഞ്ഞ് ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അതിരപ്പള്ളിയാണ്. ഗൈസ്, നമ്മളങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇവിടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. കാലി പേഴ്സുമായിട്ടാണ് ഞങ്ങൾ. പേഴ്സ് എടുത്തില്ല, അത് വേറെ കാര്യം. നമ്മള് ഗൂഗിൾ പേ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഗൂഗിൾ പേ ഇല്ല. ഇനി ആരുടെയെങ്കിലും നമുക്ക് ഫണ്ട് നിരന്ന് മേടിക്കണം. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വല്ല അന്യഗ്രഹ ജീവിയുടെ എന്തെയാണ് നോക്കുന്നത്, എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനാണെങ്കിൽ എന്റെ നാണക്കേട് മാറ്റാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ ഇതൊന്നും നോക്കുന്നില്ല. ഇതൊക്കെ നോക്കി ഇന്ന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ട് ഇനി കാണിക്കാം. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ പൈസ കിട്ടാനില്ല. ഇത് പറ്റുന്നുണ്ടോ? കാർഡും ഉണ്ടാക്കുന്നെടുക്കാണ്ട് വന്നിരിക്കുക, ടൂർ പോവാൻ വന്നിരിക്കുക. ഒരു ഗൂഗിൾ പേ വെച്ച് അത് ഇവിടെ റേഞ്ച് പോലും കിട്ടാനില്ലാത്ത സ്ഥലത്ത് ഭയങ്കര ബുദ്ധിയാണ് ഞങ്ങക്ക്. തലവേദനിച്ചിട്ടും വയ്യ. അത് ATM കാർഡ് എടുത്തില്ല. ATM ഉണ്ട് ഇത്ര ഇവിടെ. ഇതാണ് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാൻ കിട്ടണം. നമുക്കൊരു കടയിൽ നിന്ന് പൈസ കിട്ടി ഗൈസ്. നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ടിക്കറ്റ് എടുക്കട്ടെ ആദ്യം. എൻട്രൻസ് ടിക്കറ്റ് കാണിക്കും. ടിക്കറ്റ് കൊടുക്കാണ്ട് പോവാണ് ഗൈസ്. വീട്ടിൽ കയറി ചെല്ലാൻ മാതിരി ഞങ്ങൾ കയറി ചെല്ലണേ. നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പൊ ഞങ്ങളിതാ ഉള്ളിൽ കയറി ഗൈസ്. അങ്ങനെ ഫൈനലി ഇനി മേലെ പൈസ എടുക്കാണ്ട് എവിടേക്കും പോകരുത് എന്നാണ് ഒന്നാമത്തെ പാഠം. കുട്ടും ഹരിമോനും കാറിൽ തന്നെ ഇരുന്നു. അവർക്ക് ഇറങ്ങാനും നടക്കാനൊന്നും വയ്യ. അവരവിടെ ഇരിക്കുക പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വായോ പറഞ്ഞു. ഞാൻ കുറെ ആയി കണ്ടിട്ട്. ഞാൻ 2 വർഷം മുന്നേ അല്ല 1.5 വർഷം മുന്നേക്കൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പഴാണെങ്കിൽ നല്ല മഴ പെയ്യുന്ന നല്ലോണം വെള്ളമുള്ള സമയം. അപ്പൊ നമുക്ക് കാണാം. ഇനി അവിടെ നിന്ന് കാണാം. നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ ആദ്യം വെള്ളം ഇവിടുത്തെ കണ്ടിട്ട് അവിടേക്ക് പോവാം. നമ്മളിനി ഇതാ വെള്ളം കുറച്ചു നേരം ഇവിടുത്തെ വെള്ളം കണ്ടിട്ട് ഇനി അവിടെ പോവാല്ലേ. ഒരു ആൾക്കാരൊക്കെ എന്തിനാണ് ഇന്നിങ്ങനെ നോക്കണേ? പെമ്പിള്ളാർ ഇങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം എനിക്ക് അവിടുത്തെ ആ കുഞ്ഞു വെള്ളം കണ്ടപ്പോഴേ എനിക്ക് ആകെ കിളി പോയി. നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ചു നേരം നിൽക്കാൻ. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. വെള്ളത്തിൽ ഇറങ്ങൂല. എനിക്കൊന്നും വെള്ളം ഭയങ്കര പേടി. വെള്ളം, പാറ, ഞാൻ 2 അനുഭവങ്ങളാണ്. അത് നോക്കി താഴെ നല്ല ഭംഗിയുണ്ടായിരിക്കും. കാരണം ഒന്നാമത് കുറെ വെള്ളമുണ്ട്. കുറച്ചും കൂടെ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് കാണാം. ഫൈനലി നമ്മളിതാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിക്കായി. പക്ഷെ അങ്ങോട്ടാക്കുമ്പോ ക്യാമറയിൽ വെട്ടില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു പുക, ഞാൻ കരിമ്പൂതം പോലെ. കുഴപ്പമില്ല.
നമുക്ക് കുറച്ച് അടുത്തേക്ക് പോവാം. അടുത്ത് പോയി കുറച്ച് റീൽസ് എടുക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ. അമ്മേ നീ കയറ്റം മൊത്തം ഞങ്ങൾ തിരിച്ചു കയറണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമുള്ളൂ. വിഷ്വൽ ബ്യൂട്ടിയാണ് ഗൈസ്, വിഷ്വൽ ബ്യൂട്ടി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ എനിക്ക് വെള്ളത്തിന്റെ ഈർപ്പം അങ്ങോട്ട് അടിക്കുന്നില്ല. ഞങ്ങളുടെ അറ്റത്തേക്ക് പോണം. കൊള്ളാം, എന്ത് ഭംഗിയാലേ. അമ്മേ കുറച്ച് ഞങ്ങള് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ഗൈസ്. എൻ്റെ ഫോൺ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫായി പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.